ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SSLC ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 13 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് പിക്ചേഴ്സ്? ഓരോ ചിത്രത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ദെൻ ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? എത്ര വലിയ സമചതുരങ്ങളുണ്ട്? ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചേഴ്സ്? If we continuing this pattern of pictures are the sequence of above arithmetic sequence. ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഓരോ ശ്രേണിയും സമാന്തര ശ്രേണിയാണോ? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് പിക്ചേഴ്സ്? ഓരോ ചിത്രത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട്? ഇവിടെ നോക്കിയേ, ഇതിൽ 1 2 രണ്ടെണ്ണം അല്ലേ ഉള്ളത്. ഓക്കെ, ഇതിലോ 1 2 3 4. ഇവിടെ 1 2 3 4 5 6. ഇവിടെ 1 2 3 4 5 6 7 8. കണ്ടോ, 2 4 6 8. ഇനി രണ്ടാമത്തെ ചോദ്യം, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വലിയ സമചതുരങ്ങൾ എത്രയാണെന്നാണ്. ഇവിടെ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമുക്കൊരു സമചതുരം കിട്ടുമോ? കിട്ടില്ല. നേരെ മറിച്ച് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ 4 സ്ക്വയറുകൾ ചേരുമ്പോൾ നമുക്കൊരു സമചതുരം കിട്ടും. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഫസ്റ്റത്തേൽ 0, അടുത്തേൽ 1. ഇവിടെയോ ഈ 4 ചേരുമ്പോൾ ഒരു സമചതുരം. അടുത്തത് ഇവിടെ ഉള്ള ഈ 4 ചേരുമ്പോൾ വേറൊരു സമചതുരം. അങ്ങനെ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 2 ഉണ്ട്. ഇവിടെയോ ഈ 4 ചേരുമ്പോൾ ഒരെണ്ണം, ഈ 4 ചേരുമ്പോൾ വേറൊരെണ്ണം, സെൻറ്ററത്തെ 4 ചേരുമ്പോൾ വേറൊരെണ്ണം. അപ്പം മൊത്തം 3 ഉണ്ട്. 0 1 2 3. കണ്ടോ? ദെൻ മൂന്നാമത്തെ ചോദ്യം, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ദ പിക്ചേഴ്സ്? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ടോട്ടൽ എത്ര സ്ക്വയർ ഉണ്ടെന്നാണ്. ഫസ്റ്റത്തിൽ വലുത് 0, ചെറുത് 2 എണ്ണം. അപ്പോൾ 2 0 2 എണ്ണം. ഇവിടെയോ 4 1 5 എണ്ണം. ഇവിടെ 6 2 8 എണ്ണം. 8 3 11 എണ്ണം. കണ്ടോ? കാരണം ചെറുതും വലുതും കൂടി ആകെ എത്ര സ്ക്വയർ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 5 8 11 വരും. ഇനി ഇതാണ് നമ്മളുടെ സീക്വൻസുകൾ. ഇത് അരിത്തമെറ്റിക് ആണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓരോന്നും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 4 2 പോയാൽ 2 ആണ്. 6 4 പോയാൽ 2 ആണ്. 8 6 പോയാൽ 2 ആണ്. അപ്പോൾ അത് അരിത്തമെറ്റിക് ആണ്. ഇനി 1 0 പോയാൽ 1 ആണ്. 2 1 പോയാൽ 1 ആണ്. 3 2 പോയാൽ 1 ആണ്. അപ്പോൾ ഇതും ഓക്കെ. 5 2 പോയാൽ 3 ആണ്. 8 5 പോയാൽ 3 ആണ്. 11 8 പോയാൽ 3 ആണ്. അപ്പോൾ ഇതും ഓക്കെ. അപ്പോൾ ഇതൊക്കെ അരിത്തമെറ്റിക് ആണ് അല്ലേ. ഫസ്റ്റത്തേൻ്റെ കോമൺ ഡിഫറൻസ് 2 ആണ്. പിന്നത്തേൻ്റെ കോമൺ ഡിഫറൻസ് 1 ആണ്. പിന്നത്തേൻ്റെ കോമൺ ഡിഫറൻസ് 3 ആണ്. അരിത്തമെറ്റിക് സീക്വൻസ് ഇതൊക്കെ എന്താണ്? സമാന്തര ശ്രേണിയാണ്.